അതൊക്കെ നിങ്ങൾ ഈ ദൈവവിശ്വാസിയുള്ള ഓരോ വെറും തോന്നല. കുരിക്കാട്ടിൽ ഫിലിപ്പിന്റെ ഇന്നോളമുള്ള കണക്ക് കൂട്ടലുകളിൽ ഏതാണ് പിഴച്ചിട്ടുള്ളത്? 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും 1ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നവനെ അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമ്പനിയിലെ ശമ്പളക്കാരനായിപ്പോ. ചെറുപ്പത്തിൽ അപ്പൻ്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോൾ മുതലാളി ചമഞ്ഞ് പരിഹസിച്ചവരെ ഇപ്പോൾ ഈ ഫിലിപ്പിന്റെ ഖദർകുപ്പായം കണ്ട എഴുന്നേറ്റ് നിൽക്കും. മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാ. 40 ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാ. ഇവിടെ എവിടെയാണ് ഈ ഫിലിപ്പിന്റെ കണക്കുകൂട്ടൽ തെറ്റിയത്? നീ പറ സൂസമ്മേ. ആ അച്ഛനോ? എന്നാച്ചാ? ഫിലിപ്പ് സാറേ, ഞാനൊന്ന് സാറിനോട് പറഞ്ഞ ആ കാര്യം എന്തായി? ഓ, ആ ബീവറേജ് മാറ്റുന്ന കാര്യമല്ലേ? ഞാനത് MLA സംസാരിച്ചിട്ടുണ്ട്. സാറേ, പിള്ളേർ സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ. ഇന്നലെയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ആരോ മോശമായി പെരുമാറി എന്നൊക്കെ കംപ്ലൈൻറ്റ് വന്നു. ഞാനും കൂടി വരാം സാറേ. നമുക്ക് നേരിട്ട് പോയിട്ട് MLAയുടെ അടുത്ത് ഒന്ന് കണ്ട് സംസാരിച്ചാലോ? അച്ഛനിങ്ങനെ എടുത്തിയാടാതെ. ഓരോന്നിനും അതിൻ്റെ സമയമെടുക്കുന്നേ. പിന്നെ ഇവിടെ നാട്ടുകാരുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ അച്ചോ? ഫിലിപ്പ് സാർ ഈ ഇടവക്കാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ സാറ് വഴിയൊന്ന് ഇടപെടാന്ന് വിചാരിച്ചത്. അച്ഛനിങ്ങനെ പള്ളിക്കാരും രാഷ്ട്രീയവും ഒക്കെ ഒന്നിച്ച് കാണരുത്. പള്ളിയിൽ ഞാൻ അച്ഛൻ്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും, പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. ഇനിയുള്ള കാര്യം അങ്ങോട്ട് പറയാം. ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ഷെയർ ഇട്ടിട്ടാ. അതിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം. അച്ഛൻ എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ ചെയ്തു.